ഗുഡ് മോർണിംഗ്. ഇപ്പം എണീറ്റതേ ഉള്ളൂ. ഇവിടെ ഒരു 10:30 ആയെന്ന് തോന്നുന്നു. നല്ല ഉറക്കക്ഷീണമുണ്ട്. ഉറക്കം അത്ര ഒരു സാറ്റിസ്ഫൈങ് ഉറക്കമായിരുന്നില്ല. എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. എന്നാലും 10:30 ആയപ്പോൾ എണീറ്റു. കഴിഞ്ഞ ലാസ്റ്റ് 3 ദിവസം അടുപ്പിച്ച് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് കുറച്ച് പണിയുണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാലോ എന്ന് വിചാരിച്ചു. ഞാനേ ഒന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല സൂര്യപ്രകാശം കാണാം കേട്ടോ. സൂര്യനെയൊക്കെ ഇവിടെ വല്ലപ്പോഴും കാണാൻ കിട്ടത്തുള്ളൂ. അപ്പം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിലും കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടട്ടെ. ഈ ഒരു ടൈമിൽ സൂര്യപ്രകാശമൊക്കെ കൊണ്ടാൽ കിട്ടുമെന്നൊന്നും അറിയില്ല. നല്ല വെട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്, നല്ല സൂര്യപ്രകാശമുണ്ട്. ഞാനൊരു സൂത്രം കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയാണ്. ഇതിൻ്റെ മുകളിൽ കണ്ടോ, നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ ആവിയായി പോകുന്നുണ്ടോ. ഐസ് സൂര്യപ്രകാശവും കൂടെ അടിച്ചിട്ട് ഡ്രൈ ഐസാണ്. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളതാണ് കേട്ടോ. ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് അതുകൊണ്ട് ഇങ്ങനെ ഡ്രൈ ഐസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഡ്രൈ ഐസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് അലുത്ത് പോകാൻ വേണ്ടി, ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലിയർ ആയാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഭയങ്കര താമസമാണ്. അതുകൊണ്ട് ഐസൊക്കെ വീണ് കിടക്കുകയാണ്. ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര സ്ലിപ്പാവാനും സാധ്യതയുണ്ട് കേട്ടോ. നോക്ക്, സ്വർഗത്തിലോട്ടുള്ള വഴി പോലെ അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ. എന്താ പറയുക, റോട്ടോട്ടിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാവുക. അങ്ങ് വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ സൂര്യൻ്റെ പേര് മാത്രമേ ഉള്ളൂ, ചൂടില്ല. തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മൈനസിലൊക്കെയാണ് ടെമ്പറേച്ചർ. ഞാനാണെങ്കിൽ എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. തണുത്ത് വിറച്ചുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. വെറുതെ ഒന്നാമത്തെ ചെറിയ തോതിലുള്ള പനിയെല്ലാം ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി തണുപ്പത്ത് നിന്ന് ബാക്കിയും കൂടെ വാങ്ങിച്ച് കൂട്ടുന്നില്ല. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറുവാണ് കേട്ടോ. നല്ല സ്കൈ അല്ലേ. എത്ര നേരം ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് പിന്നെയും ഇവിടെ നിന്ന് നിൽക്കുന്ന കണ്ട് ആസ്വദിക്കുന്നത്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ സ്കൈയുടെ ഒക്കെ ഇപ്പോൾ ഉള്ള അവസ്ഥയൊക്കെ ആകെ മാറിയിട്ട് ഒരുമാതിരി മഴക്കാറ് പിടിച്ച പോലെ, പിന്നെ ഭയങ്കര ഇരുട്ടൊക്കെ ആയിട്ട്. അതിനുള്ള സമയം ഇത് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. പക്ഷെ തണുപ്പ് സമ്മതിക്കുന്നില്ല. എനിക്ക് അകത്തോട്ട് കയറാം. ഇതുണ്ടോ, എന്താല്ലേ, സൂര്യൻ എല്ലാത്തിനെയും ആവിയാക്കുകയാണ്. കാര്യമില്ല. 2-3 മണിക്കൂർ കഴിയുമ്പം വീണ്ടും മൈനസിൽ തന്നെയാണല്ലോ. തിരിച്ചിതേപോലെ ഇതിലും തീവ്രമായിട്ട് ഡ്രൈ ഐസ് മൊത്തം മൂടിയിട്ടുണ്ടോ എല്ലാ വണ്ടിയിലും. ഒരു പ്രയോജനമില്ല. ചായ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ 2 ചായ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ വന്നതാണ്. നമ്മുടെ മിൻറ്റ് ലീഫൊക്കെ ഇട്ടിട്ടുള്ളൊരു ചായയാണ് കേട്ടോ. ഞാൻ ഈ ചായ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെള്ളം ചൂടാക്കണം. വെള്ളം തിളച്ച് ഓഫായി. അപ്പം നമുക്ക് ചെറിയ 2 മിൻറ്റ് ലീഫ് എടുക്കാം. നമുക്ക് ഈ തളിരുന്ന് ഇതിനകത്ത് എടുക്കണ്ട. ഓൾറെഡി നമ്മൾ എടുത്തതിൻ്റെ ബാക്കി നിന്ന് എടുക്കാം. വെറുതെ ഒരു ഫ്രഷായ ഒരെണ്ണത്തിനെ നശിപ്പിക്കണ്ടല്ലോ. എന്നുവെച്ചാൽ പുതിയ ഇലയൊക്കെ വന്നതായതിനെ. ഇത് മതിയാവും. ഇതിനെ 2 പീസാക്കിയാൽ മതി.
2 ചായക്ക് ധാരാളമാണ്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കട്ടാവുന്നില്ലല്ലോ. ഞാനിപ്പം കയ്യിൽ ഫോണും ഇതെല്ലാം കൂടി ആയിട്ടൊന്നും മുറിയുന്നില്ല. ഞാനൊന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഈ മിൻറ്റ് ലീഫൊക്കെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതിനി ഓരോ ഗ്ലാസ്സിലോട്ട് എടുത്തിട്ടു. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര പാത്രമൊക്കെ കാലിയായിട്ടോ. പഞ്ചസാരയൊക്കെ മേടിക്കാനുണ്ട്. എനിക്കിതിൽ 2 പ്രാവശ്യം ഇടുന്നതാണ് പാകം. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. ഓക്കെ, പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീ സെലക്ട് ചെയ്തത് ടീ ബാഗ്. ഞങ്ങളിതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാറൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് മാറി മാറി ട്രൈ ചെയ്യാറൊക്കെയുണ്ട്. അങ്ങനെ ടീ ബാഗ് കിട്ടി. നമുക്ക് ഈ 2 എണ്ണത്തിനും കൂടി ഒറ്റ ടീ ബാഗ് മതി കേട്ടോ. ഒരുപാട് ടീയുടെ ഫ്ലേവറൊന്നും നമ്മളങ്ങനെ എടുക്കാറില്ല. ഫ്ലേവറല്ല, ഒരുപാട് കടുപ്പം നമുക്കിഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ കുറച്ച് ലൈറ്റായാൽ മാത്രമേ മിൻറ്റ് ലീഫിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടുള്ളൂ. മതി. ഒരിട നല്ലൊരു പാകത്തിനുള്ളൊരു കടുപ്പാണ്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇലയിലുള്ള ഫ്ലേവറും അതിൻ്റെ ആ ഒരു എസൻസൊക്കെ അങ്ങ് മെൽറ്റ് ചെയ്ത് ചായയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മധുരം ഒന്ന് പാകമായെന്ന് ഒന്നുകൂടെ നോക്കുന്നുണ്ട് കേട്ടോ. പാകത്തിനുള്ള മധുരമാണ്. ഇനി ഒരെണ്ണത്തിനെ കൈയോടെ എടുത്ത് നമുക്ക് ഉണ്ണിക്കുട്ടിന് കൊണ്ട് കൊടുക്കാം. പുള്ളിക്കാരന് പനിയൊക്കെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. എനിക്കും, അതായത് ആദ്യം അവനാണ് വന്നത്, പിന്നെ എനിക്കും പതിയെ പിടിച്ചു. ഗുഡ് മോർണിംഗ്. എനിക്ക് വാ, കണ്ണുറക്ക്. എനിക്കറിയാം ഉറങ്ങിയിട്ടൊന്നുമില്ല, ഫോണും കണ്ടോണ്ടിരിക്കാം. നിങ്ങോട്ട് വാടാ, കണ്ണുറക്കടാ. എക്സ്പ്രഷൻ ഒന്നും കണ്ട് നാട്ടുകാർ പേടിക്കണ്ട. നല്ല ചൂടുണ്ട് കേട്ടോ, സൂക്ഷിച്ചു പിടിക്കണേ. ഞാൻ പറഞ്ഞ് സൂക്ഷിച്ചു പിടിക്കണം കേട്ടോ. ചപ്പാത്തി മുട്ടക്കറി ഇല്ല. ഞാൻ വിചാരിച്ചു എൻ്റെയും കൂടെ ഇത് ഞാനിവിടെ വേസ്റ്റ് അതിൽ ഫുള്ളായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. പുറത്ത് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട്. ഫുഡ് വേസ്റ്റും ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അതും ഇന്ന് എടുത്തുകൊണ്ട് കളയണം. അങ്ങനെ കുറച്ച് പണിയുണ്ട് ഇന്ന് എനിക്ക്. ഓക്കെ, അങ്ങനെ വർത്താനം പറഞ്ഞ സമയം കളയണ്ട. ഇതെടുത്ത് വെച്ചേക്കെ. ഇത് ഞാനേ ഇതുള്ളൊരു ഷെൽഫിലാണ് എടുത്ത് വെക്കാറ്. ഇനി എൻ്റെ ചായയും കൂടെ എടുത്തിട്ട് നമുക്ക് പോവാം. ഇവരൊക്കെ എണീറ്റോ? എല്ലാവരും എണീറ്റിട്ടുണ്ട്. എണീറ്റ് വർക്കൗട്ട് ചെയ്യുന്നു. ട്രീ നമ്മൾ അയച്ചു വെച്ചില്ല കേട്ടോ. അയച്ചു വെക്കണം. എനിക്ക് സമയം കിട്ടിയിട്ടില്ല. എല്ലാം അഴിച്ചു വെക്കണം. കുറേ പണിയുണ്ട്. ഒരാൾ ചായ കുടിക്കുന്നതാട്ടോ. ചായ കൂടി ഇരിപ്പുണ്ട്. കുറച്ചു നേരം ചായ കുടിച്ചുകൊണ്ട് ടി വി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിനി ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ. പൊതുവേ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ രാവിലത്തെ പലഹാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ അപ്പം ദോശ അങ്ങനത്തെ സംഭവങ്ങൾക്ക് പകരം നമ്മൾ ചോറാണ് കൂടുതലും കഴിക്കല്. ചൂടാവട്ടെ. ഇനി ഇതിൽ എനിക്ക് തോന്നുന്നു 1-2 കറികൾ മട്ടനാണെന്ന് തോന്നുന്നു. നമുക്ക് ചൂടാക്കാൻ എടുത്തേക്കാം. പച്ചക്കറികളൊക്കെ തീർന്നു കേട്ടോ. ഏകദേശം ഫ്രിഡ്ജ് മുഴുവൻ കാലിയായി. ഇതൊക്കെ ഫില്ല് ചെയ്തേണ്ടതായിരിക്കുന്നു.
ചിക്കൻ്റെ ലിവറ് തീരാനായിട്ട് അവസാനത്തെ കോലം ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളറിൽ ഈ പാത്രമൊക്കെ ഇരിക്കുന്നത്. ചിക്കൻ ലിവർ നമ്മളൊന്ന് വരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം കഴിയാറായിട്ടോ. മുരിങ്ങയില ഇല്ലേ, ഇതിപ്പോ നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് ആവി പറക്കുന്ന മുരിങ്ങയിലയും പരിപ്പൊക്കെ ഇട്ടിട്ടൊരു ചാറ് കറി. അങ്ങനെ ഫുഡൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മുടെ ചാറ് കറി, മട്ടൺ, ചിക്കൻ്റെ ലിവർ, കുറച്ച് മാങ്ങാച്ചാറ്, ഇത്രയാണ് നമ്മൾ കഴിക്കാൻ പോണത്. ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മട്ടൺ ആണ് കേട്ടോ. അതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ഇന്നത്തെ ഒരു ചായ മാത്രമാണ് ആകെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ചായയും ഈ അടുത്ത് ഡെവലപ്പ് ചെയ്തെടുത്തൊരു ശീലമാണ് കേട്ടോ, പനിയൊക്കെ വന്നേ. പിന്നെ അല്ലാതെ ചായ അങ്ങനെ നമ്മളങ്ങനെ എപ്പോഴും കുടിക്കലൊന്നുമില്ല. പക്ഷെ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ഓരോ ചായയൊക്കെ കുടിക്കാറുണ്ട്. തൊണ്ടയ്ക്കൊക്കെ ഒരു ആശ്വാസമല്ലേ ചൂട് ചായ കുടിക്കുമ്പോൾ. അങ്ങനെ പനിയൊക്കെ അങ്ങ് മുഴുവനായിട്ട് മാറി കഴിയുമ്പം ആ ഒരു ചായയുടെ ഇതും അങ്ങ് മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ മട്ടനെ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ചിക്കൻ ഇതിന് മുന്നേയൊക്കെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം മട്ടൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ മട്ടൺ ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചിക്കനേക്കാൾ കൂടുതലും എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഇതാണ് നമ്മൾ കൂടുതലും വെക്കൽ. ബീഫ് പൊതുവേ നല്ല വാങ്ങിക്കലേ ഇല്ല. ഞാൻ കഴിക്കാത്തതുകൊണ്ട് പിന്നെ അയച്ചാനും അത് വാങ്ങിക്കലില്ല. അങ്ങനെ ഇന്നത്തെ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി കഴുകലാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വാഷിങ്ങിന് ഇട്ടു. ഇനി അടുത്ത പരിപാടി ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ നമുക്ക് ഉണങ്ങാൻ ഇട്ടിരിക്കുന്നതാണ് അലക്കിയതിന് ശേഷം അതൊന്ന് മടക്കി വെക്കണം. ഈ റൂം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. കസിൻസ്, ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പം അവർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ അപ്പോഴത്തേക്ക് മാത്രമുള്ളൊരു യൂസാണ്. സാധനങ്ങളൊക്കെ നിരന്നിരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ആവി പിടിച്ചിട്ട് ഇതൊക്കെ ഞാൻ ഉണങ്ങാൻ വെച്ചതാണ്. ഇതൊക്കെ ഇനി ഒന്ന് ഇതിനകത്തോട്ടെടുത്ത് മടക്കി ഭദ്രമായി വെക്കണം. ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു ഉണ്ണിക്കുട്ടൻ്റെ പെയിന്റിങ് സാധനങ്ങളൊക്കെയാണ്, അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എവിടെയാണെന്ന് കാണുന്നില്ല. കംപ്ലീറ്റ് ആയി ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ അഴിച്ച് ഭദ്രമായി പാക്ക് ചെയ്തെടുത്ത് വെക്കുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ക്രിസ്മസ് ടൈമിലും നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ തുണിയെല്ലാം കഴുകി കഴിഞ്ഞിട്ടോ. ഇനി വിരിച്ചിടാൻ വേണ്ടി പോവാണ്. അങ്ങനെ തുണിയെല്ലാം വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ജനൽ അടച്ചിട്ടുണ്ട്, കാരണം ഭയങ്കര തണുത്ത കാറ്റ് അകത്തോട്ട് കയറുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തുണിയല്ല, ജനൽ ഞാൻ അടച്ചിട്ടു. സാധാരണ ഞാൻ സമ്മറിൻ്റെ സമയത്തൊക്കെ തുണികളൊക്കെ പുറത്ത് തന്നെയായിരുന്നു വിരിച്ചിട്ടുള്ളത്. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ കാറ്റൊക്കെ കൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇപ്പം എപ്പോഴാണ് സ്നോ വരുന്നതെന്നും മഴ വരുന്നതെന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് പുറത്തിടാറില്ല. ചെറുതായിട്ടൊരു മടുപ്പ് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പെൻഡിങ് ഉള്ളത്, എനിക്ക് ഫ്ലോർ ഒന്ന് തൂത്തുവാരാണ്ട് പിന്നെ ഒന്ന് തുടയ്ക്കാനുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അങ്ങനെ ചെയ്യലുള്ളൂ. അത്ര വൃത്തികേടൊന്നും ആവാറില്ല. എന്നാലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തിട്ട് നമുക്ക് ഫ്ലോറൊക്കെ ഒന്ന് വെട്ടിത്തിളക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ അപ്പോൾ ഇന്നാണ് ആ പണികളൊക്കെ. അതായത് സാധാരണ എന്താ പറയുക, ഞായറാഴ്ച ദിവസം ഞാൻ ഈ പകുതി പണിയൊക്കെ ചെയ്യാറുണ്ട്. പകുതി പണിയെന്നല്ല, വെള്ളി വരെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ശനിയാഴ്ച ഞാനങ്ങ് റെസ്റ്റ് എടുക്കും. ഉച്ച വരെയൊക്കെ കിടന്നുറങ്ങും, ചിലപ്പോൾ ലേറ്റ് ആയിരിക്കാം. അപ്പം ഞായറാഴ്ച ആയിരിക്കും എൻ്റെ ഈ അലക്കലും അടിച്ചു വാരലും തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ. അപ്പം നാളെ എനിക്ക് ഇതൊന്നും ചെയ്യാൻ സമയമില്ല. കാരണം നാളെ എൻ്റെ ചേച്ചിയുടെ മോൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പം അവിടെ പോവായിരിക്കും. അപ്പം ഇന്ന് ഇത് തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവിടെ പോകുമ്പോൾ ഭയങ്കര സമാധാനമായിരിക്കില്ല, പണിയെല്ലാം തീർന്നല്ലോ എന്ന്. അല്ല, ഡ്യൂട്ടി ഉള്ള ദിവസങ്ങൾ ഇതൊക്കെ ചെയ്യൽ ഭയങ്കര എനിക്കെന്തോ ഭയങ്കര മടുപ്പാണ്. അങ്ങനെ
എന്താണെങ്കിലും ഞാൻ റെസ്റ്റ് എടുക്കില്ല. അപ്പം നിങ്ങളെ ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ ഇവിടെ പൊടിയാണ് കേട്ടോ. ഇവിടെയൊക്കെ തുടയ്ക്കാനുണ്ട് എനിക്ക്. ഉണ്ണിക്കുട്ടൻ്റെ ചെറിയ കാർ കളക്ഷനാണ് ഇതൊക്കെ. ഇതൊന്നും അല്ല കേട്ടോ, ഒരു ബാഗിനകത്ത് നിറച്ചിങ്ങനത്തെ കാറാണ്. അതൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. ഒന്നും പ്രോപ്പറായിട്ട് അതൊക്കെ വെക്കാൻ പറ്റുന്നൊരു കേസോ അല്ലെങ്കിൽ ഒരു അലമാരയൊക്കെ മേടിച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് ഭംഗിയായിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഇതിനെ ഇവിടെ വെച്ചേക്കാണെന്നുണ്ടോ. പുറത്ത് ഫുൾ കോടയായേ. ഈ ചെയറിലുണ്ടായിരുന്ന നെബുലൈസറും സംഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടോ. ഇതിപ്പോൾ കറിവേപ്പില നന്നായി വെള്ളത്തിൽ കഴുകി വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു ടിന്നിലോട്ട് മാറ്റുവാണ് കേട്ടോ. ഇങ്ങനെ ഒരു ടിന്നിലാക്കി നമ്മൾ എയർ ടൈറ്റ് ചെയ്ത് നമ്മൾ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിലും വെക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഫ്രീസറിൽ വെച്ചില്ലെങ്കിൽ ഞാനത് ഫ്രിഡ്ജിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചറിലും കേടുകൂടാതെ ഇരിക്കും കേട്ടോ ഇത് കുറേ നാൾ. തീർന്ന അനുസരിച്ച് നമ്മൾ കറിവേപ്പില പുറത്തുനിന്ന് മേടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കാറ് പതിവ്. ഇതിപ്പോൾ ഞാനേ നമ്മുടെ കിച്ചൺ വേസ്റ്റും ഹൗസ് ഹോൾഡ് വേസ്റ്റൊക്കെ കൂടി ബിൻ ചെയ്യാൻ നമ്മുടെ പ്രദേശത്ത് വന്നതാണ് കേട്ടോ. നല്ല തണുപ്പാണ്, നല്ല ഇരുട്ടുമായി. ഇപ്പോൾ സമയം എനിക്ക് 3:30 ഒരു 4 മണി ആയ ഒരു സമയം ആയതല്ലോ. പക്ഷെ നല്ല ഇരുട്ടാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ദിവസം ആകുമ്പം കൗൺസിൽ അവർ വന്ന് എടുക്കുമ്പം അന്ന് നേരം വെളുക്കുമ്പോൾ ഇത് കൊണ്ടിടാൻ നിൽക്കണ്ടല്ലോ. അപ്പം ഞാനത് നേരത്തെ അതിലിട്ട് വെക്കും. നമുക്ക് പുറകിലൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഞാൻ അവിടെ അഴയെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് സമ്മറിൽ വെയിലൊക്കെ കിട്ടുന്ന സമയത്ത് തുണി ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അഴയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇടാറില്ല കേട്ടോ. ഇപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും തുണി ഉണങ്ങത്തില്ല. നല്ല സ്നോ എപ്പോഴാണ് വരുന്നതെന്നും പിന്നെ മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീരെ ഉണങ്ങത്തില്ല. അങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞതിന് ശേഷം ഞാൻ വീടൊന്ന് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി കേട്ടോ. എന്നിട്ട് ഞാൻ തുടയ്ക്കുവാണ് ഫ്ലോറൊക്കെ. മൊത്തത്തിലൊന്ന് ടയേർഡായി, കാരണം രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ വൃത്തിയാക്കാനും അതിന് ശേഷം വൃത്തിയായി കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനതൊക്കെ ചെയ്യണത്. ഞാൻ വിചാരിച്ചൊരു ഇന്ന് ഒരു കോഫി കുടിച്ചിട്ടാവാം ഇനി ബാക്കിയെന്ന് വിചാരിച്ച് ഞാനൊരു കോഫി. നമ്മുടെ സാധാ കോഫിയല്ല, ക്യാരമൽ ലാറ്റെ. അതായത് ഇത് പല ഫ്ലേവറുണ്ട്, വാനിലയുണ്ട്, വേറെ ഏതൊക്കെയുണ്ട്. പക്ഷെ എനിക്കിതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. ഇതിൻ്റെ സ്മെല്ലൊക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പം ഇതിൻ്റെ ഒരു അഡിക്റ്റ് ആയോ എന്ന് എനിക്കൊരു സംശയം. ഒരു ഡ്രിങ്ക് ഞാൻ ഇച്ചാനും കൊണ്ടു കൊടുത്തട്ടോ. അവൻ റൂമിലിരുന്നാണ് കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിലൊന്നും ആളെ കാണാത്തത്. ഇപ്പം ഞാൻ എൻ്റെ മീൻകുഞ്ഞുങ്ങൾക്കും ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അവരും ഹാപ്പിയാണ്. അങ്ങനെ അത്യാവശ്യം പണികളൊക്കെ ക്ലീനിങ്ങിൻ്റെ ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ വിചാരിച്ചു ഇനി ഒന്ന് കുളിച്ച് കയറാമെന്ന് വിചാരിച്ചു. തല കഴുകണം ഇന്ന്. ഞാൻ എല്ലാ ദിവസവും തല കഴുകലില്ല കേട്ടോ. ഇവിടുത്തെ വെള്ളമൊന്നും എല്ലാ ദിവസവും തല കഴുകി കുളത്തില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇന്ന് കഴുകലൊന്നുമില്ല. പിന്നെ ഇത് എണ്ണ തേക്കലും ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ തലയിൽ എണ്ണ തേക്കത്തുള്ളൂ. അപ്പം ഇന്നിപ്പോൾ ഒരാഴ്ചയുടെ പരുവമായി. കുറച്ചിങ്ങനെ ഡ്രൈനെസ് ഒക്കെ ഉണ്ട് എണ്ണ തേക്കാത്തതിൻ്റെയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കാം. ഇതാണ് കേട്ടോ ബിഫോർ തലകഴുകൽ. അങ്ങനെ ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് നമുക്ക് കുറച്ച് ഓയിൽ, അതായത് ഇവിടെ എല്ലാം ഫ്രീസായിട്ടല്ലേ ഇരിക്കുന്ന കോക്കനട്ട് ഓയിലൊക്കെ. അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് മൈക്രോവേവ് ചെയ്ത് ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചെടുത്ത് തലയിൽ തേക്കും. ഇതിപ്പം ഒരു കയ്യിൽ ഇതും പിടിച്ചിട്ട് എനിക്ക് രണ്ടും കൂടെ പറ്റുന്നില്ല. കുറച്ചൊഴിച്ചു. കാണാവോ? നന്നായിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെയാണ് കുറച്ച് എണ്ണ ഒഴിച്ചത്. അത് എക്കോ അടിക്കുന്നുണ്ടോന്ന് അറിയില്ല, ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറയുന്ന സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുമെന്നും എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ
അപ്പോൾ ഞാൻ ബാക്കി ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ തലയോട്ടിയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. കുറേ മുടി ഇവിടുന്ന് പൊഴിയുന്നുണ്ട് കേട്ടോ, വെള്ളത്തിൻ്റെ ആണ്. എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുക്കാം. പിന്നെ ഞാനൊരു 10-15 മിനിറ്റ് ഇങ്ങനെ എണ്ണയൊന്നും നന്നായിട്ട് പിടിക്കാൻ വേണ്ടി വെക്കും. എന്നിട്ട് ഷാമ്പു ചെയ്ത് കളയും. തലയോട്ടിയിൽ മാത്രമല്ല, ഞാൻ മുടിയുടെ ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്, മുടിയുടെ ഇതിലൂടെയൊക്കെ തേച്ച് കൊടുക്കും. ഈ എണ്ണയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ തല മസാജ് ചെയ്യുമ്പോൾ എന്നാ ഒരു കംഫർട്ടാണെന്നറിയാം. കംഫർട്ട് എന്നല്ല, ഭയങ്കര ഒരു റിലാക്സ്മെൻ്റ് ആണ് നമുക്ക്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു സൂത്തിങ് എഫക്റ്റ് പോലെ നമ്മളിങ്ങനെ ഉറങ്ങി വീഴുന്ന പോലെ തോന്നും. അത്രയ്ക്ക് റിലാക്സ്ഡ് ആണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ ടയർഡ്നെസ് മുഴുവൻ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് മുടി ഉണക്കാനുള്ള പരിപാടിയാണ് ഇനി അടുത്ത. അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാലറിയാം, എൻ്റെ ആദ്യം ഞാൻ എണ്ണ തേക്കുന്നതിന് മുന്നേയും, അതായത് തല കഴുകുന്നതിന് മുന്നേ ഇപ്പോഴും മുടിക്ക് വന്ന വ്യത്യാസം, നല്ല മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഡിന്നറൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ അധികം വൈകാതെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.